ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു എക്സ് ആൻഡ് വൈ ക്ലാസ് 7 CBSE. അപ്പോൾ നമ്മൾ MSAT STSE പോലെയുള്ള എക്സാംസിനൊക്കെ വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ പാർട്ട് 1ലും പാർട്ട് 2ലും ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ആ വീഡിയോൻ്റെ പാർട്ട് 3 വീഡിയോ ആണ്. നമ്മൾ ഇന്നും കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ പാർട്ട് 1ഉം പാർട്ട് 2ഉം കാണാത്തവരെന്ത് ചെയ്യുക, അത് പോയി തീർച്ചയായിട്ടും ഒന്ന് പോയി കാണുക. അതുപോലെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സാംസിനുള്ള കണ്ടൻസിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൾ എന്ന് പറഞ്ഞ് ആ ഒരു പാർട്ട് എന്ത് ചെയ്യാം, ഒന്ന് ഓൺ ആക്കി വെക്കുക. സോ നമ്മൾ എന്താണ് ഓരോ ക്വസ്റ്റ്യൻസിലേക്കാണ് പോകുന്നത്. സോ ക്വസ്റ്റ്യൻസിലേക്ക് പോകുന്നതിന് മുമ്പേ നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നും കൂടി എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് ജസ്റ്റ് പോസ് ചെയ്തിട്ട് വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക നോക്കുക. എന്നിട്ട് അതിന് ശേഷം എന്ത് ചെയ്യുക, നിങ്ങൾ ആ എക്സ്പ്ലനേഷൻ പാർട്ടിലേക്ക് പോയാൽ മതി. ഓക്കെ, സോ നമ്മൾ അടുത്ത ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് മോഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എ കാർ ട്രാവൽസ് ഹാഫ് ഓഫ് ഇറ്റ്സ് ജേർണി അറ്റ് എ സ്പീഡ് ഓഫ് 40 km/h and the other half at a speed of 60 km/h. What is the average speed of the car for the entire journey? അതായത് ഒരു കാറ് കാറ് ഹാഫ് ഡിസ്റ്റൻസ് കവർ ചെയ്യുന്ന സ്പീഡ് എന്ന് പറയുന്നത് 40 km/h ആണ്. അതിൻ്റെ മറ്റൊരു ഹാഫ് ക്ലിയർ ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റൊരു ഹാഫ് എത്താനുള്ള ടൈം എന്ന് പറയുന്നത് 60 അല്ലെങ്കിൽ സ്പീഡ് എന്ന് പറയുന്നത് 60 km/h ആണ്. സോ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ അതിൻ്റെ ആവറേജ് ആയിട്ടുള്ള സ്പീഡ് എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്കറിയാം ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ആണ് അല്ലേ, ടോട്ടൽ ടൈം ആണ്. സോ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണെന്ന് അറിയണം, ടോട്ടൽ ടൈം എത്രയാണെന്ന് അറിയണം. പക്ഷേ നമുക്ക് ഇവിടെ തന്നിട്ടുള്ള ആകെ ഒരാൾ മാത്രമേ ഉള്ളൂ, ദാറ്റ് ഈസ് സ്പീഡ്. അപ്പോൾ നമ്മൾ സ്പീഡിൽ നിന്ന് എന്ത് ചെയ്യണം, ഈ ഡിസ്റ്റൻസിനെയും അതുപോലെ തന്നെ ടൈമിനെയും നമ്മൾ കണ്ടെത്തണം. സോ നമുക്കറിയാം സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ജേർണിയിൽ എടുത്തിട്ടുള്ള ആ ഒരു ടൈമും സ്പീഡ് നമുക്കറിയാം, ഡിസ്റ്റൻസും ടൈം എന്ത് ചെയ്യാണ് നമ്മൾ കാണാൻ പോവാണ്. സോ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് നമുക്കറിയാം. അതുപോലെ തന്നെ ടൈം എന്ന് പറയുന്നത് നമുക്ക് ഇതിൽ നിന്ന് കണ്ടെത്താൻ പറ്റും. ടോട്ടൽ ജേർണിക്ക് എടുത്തിട്ടുള്ള ടൈം എന്ന് പറയുന്നത് എത്ര ആയിരിക്കും, അത് ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആയിരിക്കില്ലേ, ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആയിരിക്കും ടോട്ടൽ എടുത്തിട്ടുണ്ടാവുക ടൈം. ഇനി നമുക്ക് ഓൾറെഡി ഈ ഒരു ക്വസ്റ്റ്യനിൽ ആദ്യം തന്നെ തന്നിട്ടുണ്ട്, ഡിസ്റ്റൻസിന്റെ പകുതി ഡിസ്റ്റൻസ് ആണ് 40 km/h കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഡിസ്റ്റൻസിന്റെ ബാക്കി പാർട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്, അതായത് ഇത് ടോട്ടൽ ഡിസ്റ്റൻസ് ഒരു ഡി ആണെങ്കിൽ D/2 കവർ ചെയ്തിട്ടുള്ളത് 40 km/h. ബാക്കി D/2 അതായത് ഡിസ്റ്റൻസിന്റെ പകുതി കവർ ചെയ്തിട്ടുള്ളത് 60 km/h ആണ് അല്ലേ. അപ്പോൾ നമ്മൾ ഈ രണ്ട് കാര്യങ്ങളും വെച്ചിട്ടാണ് നമ്മൾ ടൈം കാണാൻ പോകുന്നത്. സോ ഫസ്റ്റത്തെ ടൈമാണ് നമ്മൾ ആദ്യം കാണാൻ പോകുന്നത്. ഫസ്റ്റത്തെ ടൈം നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ ടൈമിൽ ലെറ്റ് ഇറ്റ് ബി T1. അതിനെ T1 എന്ന് നമുക്ക് പറയാം. T1 കാണാൻ വേണ്ടിയിട്ട് നമുക്കറിയാം ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണല്ലോ T1 എന്ന് പറയാം, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം D/2 ആണ്. അപ്പോൾ D/2 ബൈ 40 ആയിരിക്കും അതിൻ്റെ ടൈം, അതിനെടുത്തിട്ടുള്ള ടൈം, അത്രയും ഹവേഴ്സ് ആയിരിക്കും അത് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് നമുക്ക് മനസ്സിലായി. ഇനി T2 എന്ന് പറയുന്നത് എന്താണ്, ഈ ഡിസ്റ്റൻസിന് എടുത്തിട്ടുള്ള ടൈമിനെയാണ് നമ്മൾ T2 എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ടൈം നമുക്ക് കാണാൻ വേണ്ടിയിട്ട് D/2 ബൈ 60 അത്രയും ഹവേഴ്സ് ആയിരിക്കും അത് എടുത്തിട്ടുണ്ടാവും. ഇനി ടോട്ടൽ ടൈം എന്ന് പറയുന്നത് ടോട്ടൽ ടൈം T ഈസ് ഈക്വൽ ടു T1 പ്ലസ് T2 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ T1 നമുക്കറിയാം എത്രയാണ്, D/2 ബൈ 40. ഇത് ഓൾറെഡി D/2 ബൈ 40 എന്ന് ചെയ്താലും D/2 ഇൻറ്റു 40 എന്ന് ചെയ്താലും സെയിം ആയിരിക്കും. അപ്പോൾ നമ്മൾ ആ ഒരു കാര്യത്തിലേക്കാണ് നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്നത്. അതായത് നമുക്ക് ഇപ്പം സപ്പോസ് A/B ബൈ C എന്ന് പറയുന്നതും ഈസ് ഈക്വൽ ടു A/B ഇൻറ്റു C എന്ന് പറഞ്ഞാലും സെയിം ആയിരിക്കും. ഈ കാര്യം എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ D/2 ബൈ 40 എന്ന് പറയുന്നതും D/80 എന്ന് പറയുന്നതും എന്തായിരിക്കും, സെയിം ആയിരിക്കും. D/80 പ്ലസ് D/120 നമുക്ക് ചെയ്യാം. ഇനി നമുക്ക് എന്താണ്, നമ്മൾ ടോട്ടൽ ടൈം കാണണമെങ്കിൽ ഇതിൽ എന്ത് ചെയ്യണം, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നതിനേക്കാളും നല്ലത് നമുക്ക് ഡിനോമിനേറ്റർ സെയിം ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഡിനോമിനേറ്റർ സെയിം ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യത്തെ ഈ ഒരു ആളെ നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടും 3D/240 എന്ന് കിട്ടും. ഓക്കെ, 80 ഇൻറ്റു 3 ആണ് 240. ഇനി പ്ലസ് ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഡിനോമിനേറ്റർ എന്ത് ചെയ്യും, സെയിം ആയിട്ട് വരും. അപ്പോൾ നമ്മൾ 2D/240 എന്നാക്കും.
സോ നമുക്ക് ഈസിലി കിട്ടും 5D/240 ആയിരിക്കും നമ്മൾ എന്ത് വരാം, നമ്മൾ ടോട്ടൽ ടൈം എടുത്തിട്ടുള്ളത് വന്നിട്ടുണ്ടാവും. ഓക്കെ, ടോട്ടൽ ടൈം എന്ന് പറയുന്നത് 5D/240 ആയിരിക്കും നമ്മൾ ടോട്ടൽ ടൈം എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഈ 240 എന്ത് ചെയ്യാൻ പറ്റും, 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന കോഷ്യന്റ് എന്ന് പറയുന്നത് ഇതായിരിക്കും. ഓക്കെ, അപ്പോൾ ടി എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയും കൂടി എഴുതാം, D/48 എന്നും കൂടിയും എഴുതാൻ പറ്റും. അപ്പോൾ ടി എന്ന് പറയുന്നത് D/48 ആയിരിക്കും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. ഇനി എന്താ ചെയ്യേണ്ടത്, നമുക്കറിയാം ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് എത്രയാണ്, നമുക്കറിയാം ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം അല്ലേ, ടോട്ടൽ ടൈം ആണ്. സോ ടോട്ടൽ ഡിസ്റ്റൻസ് നമുക്കറിയാം D ആണ്, നമ്മൾ സങ്കല്പിച്ച വാല്യൂ D ആണ്. ഇനി ടി എന്ന് പറയുന്നത് നമുക്കറിയാം ടോട്ടൽ ടൈം T ആണ്. T = D/48 ആണ്. അപ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് A/B/C എന്ന് പറഞ്ഞാൽ which is equal to A into C/B എന്നാണ് നമുക്ക്. ഓക്കെ, ഈ കാര്യം മനസ്സിലാക്കണം. ഈ ഒരു റിലേഷൻ നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് ഈ ആൻസറിലേക്ക് എത്താൻ പറ്റും. ഡിയും ക്യാൻസൽ ആവും, 1 കിട്ടും. ദാറ്റ് ഈസ് 48/1 ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു 48 ഹവർ ആയിരിക്കും എന്തുണ്ടാവുക, അത് എടുത്തിട്ടുള്ള 48 km/h ആയിരിക്കും അത് എടുത്തിട്ടുണ്ടാവുക സ്പീഡ് കേട്ടോ. 48 km/h ആണ്. കാരണം ഇത് ഇത്രയും ഹവേഴ്സിലാണ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഡി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്, ഡി എന്ന് പറയുന്നത് എന്താണ്, ഡി എന്ന് പറയുന്നത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത് അത്രയും കിലോമീറ്റർ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഡി എന്ന് പറയുന്നത് കിലോമീറ്റർ ആണ്. അതുപോലെ തന്നെ ഹവറിലാണ് നമ്മൾ ടൈമും കണ്ടെത്തിയിട്ടുള്ളത്. km/h ആണ് അതിൻ്റെ യൂണിറ്റ് വരിക. ഈ കാര്യം എന്താ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ ഹാഫ് ഓഫ് ദ ജേർണി 40 ആണ്, ഹാഫ് ഓഫ് ദ ജേർണി 60 ആണെന്ന് പറഞ്ഞാൽ നേരെ പോയിട്ട് 40 + 60/2 ചെയ്തിട്ട് 50 ആക്കരുത്. ഓക്കെ, 50 km/h അല്ല വരിക. ഇങ്ങനെ ഈ ഓരോ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ നമ്മൾ അറിഞ്ഞിരിക്കണം. സോ നമ്മൾ സ്പീഡിൻ്റെ ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ കാര്യങ്ങൾ എന്ത് ചെയ്യുക ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 48 km എന്ന് പറയുന്ന ആൻസറിലേക്കാണ് വരിക. സോ ഓപ്ഷനിൽ ഉണ്ട് 48 km. ദാറ്റ് ഈസ് ഓപ്ഷൻ എ ആണ്. സോ ഓപ്ഷൻ എ ആണ് എന്താ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, എ മെറ്റൽ ക്യൂബ് ആൻഡ് എ മെറ്റൽ സ്ഫിയർ ഓഫ് സെയിം മെറ്റീരിയൽ ആൻഡ് മാസ് ആർ ഹീറ്റഡ്. അതായത് സെയിം മെറ്റീരിയലും സെയിം മാസും ഉള്ള ഒരു 2 മെറ്റൽ സ്ഫിയറും മെറ്റൽ ക്യൂബും നമ്മൾ എടുത്തിട്ടുണ്ട്. അതിന് ഹീറ്റ് ചെയ്തു, സെയിം ടെമ്പറേച്ചറിലേക്ക് ഹീറ്റ് ചെയ്തു. നമ്മൾ കൂൾ ചെയ്യുന്ന സമയത്ത് വിച്ച് വിൽ ലോസ് ഹീറ്റ് ഫാസ്റ്റർ ആൻഡ് വൈ, ഏതായിരിക്കും പെട്ടെന്ന് ഹീറ്റിനെ എന്ത് ചെയ്യാം, റിലീസ് ചെയ്യുക അല്ലെങ്കിൽ കൂൾ ഡൗൺ ആവുന്നത് ഏതായിരിക്കും എന്നാണ്. സോ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നോക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഒരു മെറ്റൽ ക്യൂബ് ആണെങ്കിലും, ലെറ്റ് ഇറ്റ് ബി എ മെറ്റൽ ക്യൂബ്, ഒരു മെറ്റൽ ക്യൂബ് നമ്മൾ നോക്കുന്ന സമയത്ത് ഇതൊരു മെറ്റൽ ക്യൂബാണ്. ഇനി ഇതൊരു മെറ്റൽ സ്ഫിയർ ആണെന്ന് വിചാരിക്കുക. സോ മെറ്റൽ ക്യൂബിന് ഏറ്റവും കൂടുതൽ സർഫസ് ഏരിയ ഉണ്ടാവും. മെറ്റൽ ക്യൂബിനായിരിക്കും സർഫസ് ഏരിയ കൂടുതൽ ഉണ്ടാവുക. ഏത് മെറ്റീരിയൽ എടുക്കുകയാണെങ്കിലും സെയിം മെറ്റീരിയൽ ആണെങ്കിൽ പോലും സെയിം വോളിയം ആണെങ്കിൽ സർഫസ് ഏരിയ ഏറ്റവും കൂടുതലുണ്ടാവും. അതായത് വോളിയം സെയിം ആണെങ്കിൽ, വോളിയം മാസൊക്കെ സെയിം ആണെങ്കിൽ, വോളിയം മാസും സെയിം ആണെന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത്. മാസും സെയിം ആണെന്ന് പറഞ്ഞാൽ വോളിയം സെയിം ആയിരിക്കും അതിനുണ്ടാവുക കേട്ടോ. അപ്പോൾ വോളിയം സെയിം ആണെങ്കിൽ അതിന് സർഫസ് ഏരിയ കൂടുതൽ ഉണ്ടാവുക. സർഫസ് ഏരിയ കൂടുതൽ ഉണ്ടാവുക ആർക്കായിരിക്കും, സർഫസ് ഏരിയ കൂടുതൽ ഉണ്ടാവുക ക്യൂബിനായിരിക്കും ആസ് കമ്പയർഡ് ടു സ്ഫിയറിനാണ് ഏറ്റവും കുറവ് സർഫസ് ഏരിയ ഉണ്ടാവുക. അപ്പോൾ സർഫസ് ഏരിയ കൂടുതലുള്ള ആളാണ് പെട്ടെന്ന് കൂൾ ഡൗൺ ആവുക. അപ്പോൾ ആരായിരിക്കും പെട്ടെന്ന് കൂൾ ഡൗൺ ആവുക മെറ്റൽ ക്യൂബ് ആയിരിക്കും. അപ്പം നമുക്ക് ഈസിലി പറയാൻ പറ്റും ഓപ്ഷൻ എ മെറ്റൽ ക്യൂബ് ആയിരിക്കും പെട്ടെന്ന് കൂൾ ഡൗൺ ആവുക, കാരണം അതിനാണ് ഏറ്റവും കൂടുതൽ സർഫസ് ഏരിയ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, മാസ് സെയിം ആണ്, വോളിയം സെയിം ആണെങ്കിൽ, ഒരു സ്ഫിയറും ഒരു ക്യൂബ് എടുത്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ സർഫസ് ഏരിയ ഉണ്ടാവുക ക്യൂബിനാണ് ആസ് കമ്പയർ ടു സ്ഫിയറിന് സർഫസ് ഏരിയ കുറവായിരിക്കും. അപ്പോൾ സർഫസ് ഏരിയ കൂടുതലുള്ള ആളായിരിക്കും പെട്ടെന്ന് കൂൾ ഡൗൺ ആവുക. സോ നമുക്ക് ഈസിലി പറയാൻ പറ്റും നമ്മളുടെ ഓപ്ഷൻ എ ആണെന്ത് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. കാരണം പെട്ടെന്ന് കൂൾ ഡൗൺ ആവാൻ പറ്റുന്നത് സർഫസ് ഏരിയ കൂടുതലുള്ള ആൾക്കാണ്. സോ സർഫസ് ഏരിയ കൂടുതലുള്ളത് ക്യൂബാണ്. സോ നമുക്ക് ഈസിലി പറയാൻ പറ്റും ഓപ്ഷൻ എ ആണെന്ത് നമ്മുടെ റൈറ്റ് ആൻസർ. ഇനി നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഇലക്ട്രിസിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇഫ് എ വയർ ഇൻസുലേഷൻ ഈസ് ഡാമേജ് കോസിങ് എ ലൈവ് വയർ ആൻഡ് എ ന്യൂട്രൽ വയർ ടു ടച്ച്, വാട്ട് ഈസ് ദ കോൺസിക്വൻസസ്? അതായത് ലൈവ് വയറും ഒരു ന്യൂട്രൽ വയർ എന്ന് പറഞ്ഞാൽ കറണ്ട് പോകാത്ത വയറിനെയാണ് ന്യൂട്രൽ വയർ എന്ന് വിളിക്കുക. കറണ്ട് പോകുന്ന ഫേസ് വയറിനെയാണ് നമ്മൾ ലൈവ് വയർ എന്ന് വിളിക്കുക. ലൈവ് വയറും
അതുപോലെ തന്നെ നമ്മുടെ ന്യൂട്രൽ വയറും ഇൻ കേസ് ഇൻ ബിറ്റ്വീൻ നമ്മുടെ സർക്യൂട്ടിലേക്ക് പോകുന്നതിൻ്റെ ഏതെങ്കിലും സൈഡിൽ വെച്ചിട്ട് ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഷോർട്ട് സർക്യൂട്ട് ക്രിയേറ്റ് ആവും. ഇറ്റ് ക്രിയേറ്റ്സ് എ ഷോർട്ട് സർക്യൂട്ട്, എന്നിട്ട് ഇത് പുതിയ സർക്യൂട്ടായിട്ട് മാറും. അപ്പോൾ നമ്മൾ ഡിവൈസിലേക്ക് എന്ത് ചെയ്യില്ല, ഡിവൈസിലേക്ക് പ്രോപ്പറായിട്ട് കറണ്ട് വരില്ല. സോ ഷോർട്ട് സർക്യൂട്ട് അവിടെ ഉണ്ടാവും. ഇറ്റ് മേക്സ് എ ഡാമേജ്, അവിടെ ഒരു ഡാമേജും ക്രിയേറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഷോർട്ട് സർക്യൂട്ടാണ് അവിടെ ഉണ്ടാവുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ അല്ലെങ്കിൽ MCB ഓഫ് ആവും ചെയ്യും. ഓക്കെ, സോ നമുക്ക് നോക്കാം അങ്ങനെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ നോക്കാം. ദ സർക്യൂട്ട് വിൽ സ്റ്റോപ്പ് വർക്കിംഗ്. ആണോ? വർക്കിംഗ് സ്റ്റോപ്പ് ആവില്ല. ദ കറന്റ് വിൽ ഇൻക്രീസ് സിഗ്നിഫിക്കൻ്റ്ലി കോസിങ് എ ഷോർട്ട് സർക്യൂട്ട്. ആണോ? കറണ്ട് ഫ്ലോ കൂടും ആൻഡ് സിഗ്നിഫിക്കൻ്റ്ലി കോസിങ് എ ഷോർട്ട് സർക്യൂട്ട് എന്നാണ് പറയുന്നത്. അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ആൻസർ വരും. കാരണം അവിടെ ഷോർട്ട് സർക്യൂട്ട് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കറണ്ട് ഫ്ലോ എന്ത് ചെയ്യും, കൂടും. കാരണം എന്ത് ചെയ്യും, ഇതിലൂടെ കറണ്ട് പോകും. ഓക്കെ, ഇനി കറണ്ട് ഫ്ലോ വിൽ സ്റ്റോപ്പ് കംപ്ലീറ്റ്ലി എന്ന് പറയുന്നത് റോങ് ആണ്. ദ വയർ വിൽ കൂൾ ഡൗൺ എന്ന് പറയുന്നത് റോങ് ആണ്. അതുപോലെ തന്നെ ദ സർക്യൂട്ട് വിൽ സ്റ്റോപ്പ് വർക്കിംഗ് എന്ന് പറയുന്നത് എന്താണ്, റോങ് ആണ്. സോ ഈസിലി പറയാൻ പറ്റും എന്താണ് കോൺസിക്വൻസ്. കറണ്ട് വിൽ ഫ്ലോ ഇൻക്രീസ്ലി സിഗ്നിഫിക്കൻ്റ്ലി കോസിങ് എ ഷോർട്ട് സർക്യൂട്ട്. അവിടെ ഒരു ഷോർട്ട് സർക്യൂട്ട് ക്രിയേറ്റ് ആണ് ചെയ്യാം. ഇനി എക്സോതെർമിക്, ഇനി ഒരു റിയാക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻ ആണ് വന്നുള്ളത്. എക്സോതെർമിക് റിയാക്ഷൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. എക്സോതെർമിക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഹീറ്റ് റിലീസ് ചെയ്യുന്ന റിയാക്ഷൻസിനെയാണ് നമ്മൾ എക്സോതെർമിക് എന്ന് വിളിക്കുക. അല്ലെ, ലൈക്ക് നമ്മൾ ന്യൂട്രലൈസേഷൻ, നമ്മൾ ആസിഡും ബേസും തമ്മിൽ റിയാക്ട് ചെയ്യുന്ന സമയത്ത് ന്യൂട്രലൈസേഷൻ എന്ന് പറയുന്ന റിയാക്ഷൻ ആണ് നടക്കുന്നത്. അവിടെ സോൾട്ടും വാട്ടറൊക്കെ ഫോം ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഹീറ്റ് പുറത്തേക്ക് റിലീസ് ചെയ്യുന്ന റിയാക്ഷൻസിനെയാണ് നമ്മൾ എക്സോതെർമിക് റിയാക്ഷൻസ് എന്ന് വിളിക്കുക. സോ ഹീറ്റ് എന്താ, ഒരു എക്സോതെർമിക് ചേഞ്ച് നടക്കുമ്പോൾ ഹീറ്റ് എനർജി റിലീസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഹീറ്റ് എനർജി റിലീസ് ആണ്. ഇനി എയർ റിയാക്ഷൻ ഉണ്ട്, ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നടക്കുന്നത്. അതിനെ നമ്മൾ എൻഡോതെർമിക് റിയാക്ഷൻ എന്ന് വിളിക്കും. എൻഡോതെർമിക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്ന റിയാക്ഷൻ ആണ്. സോ ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്ന റിയാക്ഷൻ എൻഡോതെർമിക് ആണ്, റിലീസ് ചെയ്യുന്നത് എക്സോതെർമിക് ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, സോ വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ following chemicals are used to neutralize basic nature of soil? നമ്മുടെ സോയിൽ നേച്ചർ ആണെങ്കിൽ ആഡ് ചെയ്യേണ്ടത്, നമുക്കറിയാം സോയിൽ എപ്പോഴും ന്യൂട്രൽ ആണ് വേണ്ടത്. സോയിലിനെ ന്യൂട്രൽ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബേസിക് ആയിട്ടുള്ള ഒരു സോയിലിനെ നമുക്ക് ന്യൂട്രൽ ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ആഡ് ചെയ്യണം, ഒരു ആസിഡ് ആഡ് ചെയ്യണം. റൈറ്റ്, ആസിഡ് ആണ് എന്ത് ചെയ്യേണ്ടത്, അവിടെ ആഡ് ചെയ്യേണ്ടത്. അപ്പൊ ഇതിൽ ഏതാണ് അസിഡിക് നേച്ചറിൽ ഒരാൾ നോക്കി ലൈം എന്ന് പറയുന്നത് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആണ്. കാൽഷ്യം ഹൈഡ്രോക്സൈഡ്, ഇത് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്ന കെമിക്കലാണ്. കാൽഷ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്ന ഒരു ബേസ് ആണ്. സോ ഇത് നമുക്ക് യൂസ് ചെയ്തിട്ട് കാര്യമില്ല. പിന്നെ ഓർഗാനിക് മാറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ വീടുകളിൽ ഉണ്ടാവുന്ന വേസ്റ്റുകളെയാണ് ഓർഗാനിക് മാറ്റർ എന്ന് പറയുന്നത്. അതിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് മൈക്രോബ്സ് ഉണ്ടാവും. സോ ഇറ്റ് മേക്സ് അസിഡിക്. മൈക്രോബ്സ് എന്ത് ചെയ്യും, ഇവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആസിഡ്സ് ആണ് അവിടെ ഫോം ചെയ്യുന്നത്. സോ ഓർഗാനിക് മാറ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും, എപ്പോഴും അസിഡിക് നേച്ചർ ആയിരിക്കും. സോ ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി വാട്ട് ഈസ് സ്ലേക്ക്ഡ് ലൈം? സ്ലേക്ക്ഡ് ലൈം എന്ന് പറഞ്ഞാൽ കാൽഷ്യം കാർബണേറ്റിനാണ് വരയ്ക്കുക. കാൽഷ്യം കാർബണേറ്റും എന്താണ്, കാൽഷ്യം കാർബണേറ്റ് എന്ന് പറഞ്ഞാലും നമ്മളെ ബേസ് ആണ്. സോ ഇതും ഒരു ബേസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത് സോഡിയം ബൈകാർബണേറ്റ് ആണ്, അതും എന്താണ്, ഒരു ബേസ് ആണ്. സോ ബേസ് നമ്മൾ യൂസ് ചെയ്തിട്ട് കാര്യമില്ല. സോ ഇതും റോങ് ആണ്. സോ ഓപ്ഷൻ ബി ആണ് എന്താ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റിലേക്ക് പോകാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. സുനിധീസ് ടീച്ചേഴ്സ് ആസ്ക്ഡ് ഹർ ടു പ്രിപ്പയർ ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ്. അതായത് സൾഫ്യൂരിക് ആസിഡിനെ ഡൈല്യൂട്ട് ചെയ്യണം, അതിന്റെ കോൺസെൻട്രേഷൻ കുറയ്ക്കണം. കോൺസെൻട്രേഷൻ കുറച്ചിട്ടുള്ള ആസിഡ്സിനെ ഡൈല്യൂട്ട് ആസിഡ്സ് എന്ന് പറയുക. ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് ആണ് നമുക്ക് മേക്ക് ചെയ്യേണ്ടത് ഫ്രം കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്. വാട്ട് ഷുഡ് ഷി ഡു? അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എപ്പോഴും ഒരു ആസിഡിലേക്ക് നമ്മൾ വാട്ടർ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ആൻ എക്സോതെർമിക് ചേഞ്ച്. അതായത് ഹീറ്റ് പുറത്തേക്ക് റിലീസ് ചെയ്യുന്ന റിയാക്ഷൻ ആയിരിക്കും അവിടെ നടക്കുക. ഒരു ആസിഡിലേക്ക് വാട്ടർ നേരെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നടക്കുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത് എക്സോതെർമിക് ആയിരിക്കും, ഹീറ്റ് റിലീസ് ചെയ്യുന്ന റിയാക്ഷൻ ആയിരിക്കും. ഒരിക്കലും നമ്മൾ ആ ആസിഡിലേക്ക് എന്ത് ചെയ്യരുത്, വാട്ടർ ഡയറക്റ്റ്ലി ഒഴിക്കരുത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ ആദ്യം വാട്ടർ എടുക്കുക. നമുക്ക് എത്ര എമൗണ്ട് ആണോ, എത്ര ഡൈല്യൂട്ടഡ് ഫോമിലാണോ ആസിഡ് കിട്ടേണ്ടത്, അതിൻ്റെ അളവ് നമ്മൾ കറക്റ്റ് മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് അളവ് മനസ്സിലാക്കിയിട്ട് അതിന് കറക്റ്റ് ആയിട്ടുള്ള വാട്ടർ നമ്മൾ എടുത്തിട്ട് അതിലേക്ക് ആസിഡ് ചെറിയ ചെറിയ ഡ്രോപ്പ് വൈസ് ആയിട്ടാണ് ആഡ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ടെസ്റ്റ് ട്യൂബൊക്കെ ബ്രേക്ക് ആവുന്നതായിട്ടൊക്കെ നിങ്ങൾ സർട്ടൻ സിറ്റുവേഷൻസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ വീഡിയോസിലോ ഒക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പം ആസിഡിലേക്ക് ഡയറക്റ്റ്ലി എന്ത് ചെയ്യരുത്, വാട്ടർ ഒഴിക്കരുത്. ഇറ്റ്സ് ആൻ എക്സോതെർമിക് റിയാക്ഷൻ, അത് ഹീറ്റ് റിലീസ് ചെയ്യുന്ന റിയാക്ഷൻ ആണ്. സോ പ്രത്യേകിച്ച് നമ്മുടെ സൾഫ്യൂരിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ഹൈലി കോൺസെൻട്രേറ്റഡ് ആണ്. അതുപോലെ തന്നെ നൈട്രിക് ആസിഡിലേക്കൊക്കെ വാട്ടർ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ നമ്മുടെ ടെസ്റ്റ് ട്യൂബ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പൊട്ടിപ്പോകുന്നതാണ്. സോ
വാട്ടറിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആസിഡ് ഡ്രോപ്പ് ഡൗൺ ആയിട്ട് അല്ലെങ്കിൽ ഡ്രോപ്പ് വൈസ് ആയിട്ട് നമ്മൾ ഒഴിക്കേണ്ടത്. സോ നമുക്ക് ഈസിലി പറയാൻ പറ്റും ആഡ് ആസിഡ് ടു ദ വാട്ടർ. വാട്ടറിലേക്കാണ് എന്ത് ചെയ്യുന്നത്, ആസിഡ് ആഡ് ചെയ്യേണ്ടത്. സോ ഓപ്ഷൻ ബി ആണ് എന്ത് നമ്മുടെ റൈറ്റ് ആൻസർ. ഒരിക്കലും വാട്ടർ ആസിഡിലേക്ക് ഡൈല്യൂട്ട് ചെയ്യണം അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്, ഒഴിക്കരുത്. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിൽ പോവാം. ഹൗ ഡസ് ദ മീഥൈൽ ഓറഞ്ച്, മീഥൈൽ ഓറഞ്ച് എന്ന് പറയുന്ന ഇൻഡിക്കേറ്റർ ചേഞ്ച് ഇറ്റ്സ് കളർ ഇൻ ദ പ്രസൻസ് ഓഫ് ആസിഡ്. ആസിഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മീഥൈൽ ഓറഞ്ചിന് എന്ത് കളറാണ്, ബേസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കളറാണെന്ന് മനസ്സിലാവും. അപ്പൊ ബേസിൽ മീഥൈൽ ഓറഞ്ച് ഉണ്ടാക്കുന്ന കളർ എന്ന് പറയുന്നത് യെല്ലോ ആണ്, ആസിഡിൽ ഉണ്ടാക്കുന്ന കളർ എന്ന് പറയുന്നത് റെഡ് ആണ്. സോ നമുക്ക് ഈസിലി പറയാൻ പറ്റും ആസിഡിൽ ഏത് കളർ ആയിരിക്കും, റെഡ് ആയിരിക്കും. സോ ഓപ്ഷൻ സി ആണ് എന്ത് റൈറ്റ് ആൻസർ. മീഥൈൽ ഓറഞ്ച് എന്ന് പറയുന്നത് ഒരു സിന്തറ്റിക് ആയിട്ടുള്ള ഒരു ഇൻഡിക്കേറ്റർ ആണ് കേട്ടോ. നമ്മൾ സെൽഫായിട്ട് ഉണ്ടാക്കുന്ന മാൻമെയ്ഡ് ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് ആണ്, കെമിക്കൽസ് വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ് ആണ് കേട്ടോ. ഇനി നമ്മൾ അടുത്തൊരു ക്വസ്റ്റിലേക്ക് പോകുന്നു. അബയോട്ടിക് കോമ്പണന്റ് എമംഗ് ദ ഫോളോയിങ് ഇൻ ദ എൻവയോൺമെന്റ്. അതായത് എൻവയോൺമെന്റിലുള്ള അബയോട്ടിക് ലിവിങ് അല്ലാത്ത കാര്യം ഏതാണെന്ന് ചോദിച്ചു. ബയോട്ടിക് കോമ്പണന്റ് എന്ന് പറഞ്ഞാൽ എന്താ, ലിവിങ് അല്ലാത്തത്. ബയോട്ടിക് എന്ന് പറഞ്ഞാലോ, ബയോട്ടിക് എന്ന് പറഞ്ഞാൽ ലിവിങ് ആയിട്ടുള്ള ആളുകളെയാണ് ബയോട്ടിക് എന്ന് വിളിക്കുക. അബയോട്ടിക് എന്ന് പറഞ്ഞാൽ ലിവിങ് അല്ലാത്തത്. സോ ഇതിൽ ബേർഡ് ലിവിങ് ആണ്, ഹ്യൂമൻ ലിവിങ് ആണ്, ലാൻഡ് ലിവിങ് ആണോ, ലാൻഡ് ലിവിങ് അല്ല, ലാൻഡ് അബയോട്ടിക് ഫാക്ടർ ആണ്. സോ ഓപ്ഷൻ ബി ആണ് എന്താ ഈ ഒരു ക്വസ്റ്റ്യനിലെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് എ നാച്ചുറൽ എക്കോസിസ്റ്റം. അതായത് നാച്ചുറൽ എക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ നാച്ചുറലി ഓൾറെഡി ഉണ്ടായിരുന്ന എക്കോസിസ്റ്റങ്ങളെയാണ് നാച്ചുറൽ എക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ. അപ്പം അല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചിട്ടില്ല, നാച്ചുറൽ എക്കോസിസ്റ്റം അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തുള്ള ഏതെങ്കിലും എക്കോസിസ്റ്റം ആയിരിക്കും. അപ്പോൾ ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത എക്കോസിസ്റ്റം ആണോ, ഡെസേർട്ട് അല്ല, ഇത് ഓൾറെഡി നാച്ചുറൽ ആണ് അല്ലേ, നാച്ചുറൽ എക്കോസിസ്റ്റം ആണ്. സോ നമ്മൾ ആ ഓപ്ഷൻ ആയിട്ട് വരില്ല, റൈറ്റ് ഓപ്ഷൻ ആയിട്ട് വരില്ല. ഇനി ഫിഷിംഗ് പോണ്ട്, നമ്മൾ ഫിഷിങ്ങിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്ന പോണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. പോണ്ട് എന്ന് പറയുന്നത് നാച്ചുറൽ ഹാബിറ്റാറ്റ് അല്ല. അപ്പോൾ നമുക്ക് ഈസിലി പറയാൻ പറ്റും ഓപ്ഷൻ ബി ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ, ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് എ നാച്ചുറൽ എക്കോസിസ്റ്റം. വാട്ട് അബൌട്ട് ഫോറസ്റ്റ്, ഫോറസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണോ, അല്ല, ഫോറസ്റ്റ് ഒക്കെ ഓൾറെഡി നാച്ചുറലി നടക്കുന്ന ക്രിയേഷൻസ് ആണ് അല്ലെങ്കിൽ എക്കോസിസ്റ്റം ആണ് എന്താ ഫോറസ്റ്റ് എന്ന് പറയുന്നത്. സോ ഇതൊരിക്കലും ഓപ്ഷൻ അല്ല. ഇനി റിവർ എന്ന് പറയുന്നതോ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണോ, അല്ല, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഈസിലി പറയാൻ പറ്റും ഇറ്റ്സ് ഓൾസോ എ നാച്ചുറൽ എക്കോസിസ്റ്റം. അപ്പോൾ ഫിഷിംഗ് പോണ്ടാണ് എന്ത് നമ്മുടെ നാച്ചുറൽ എക്കോസിസ്റ്റം അല്ലാത്തത്, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ്, മാൻമെയ്ഡ് ആയിട്ടുള്ള എക്കോസിസ്റ്റം ആണ് എന്താ ഫിഷിംഗ് പോണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ ബി ആണ് എന്താ നമ്മളെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. ഇനി who among the following interact with the environment and modified it according to their needs. അപ്പോൾ ആവശ്യങ്ങൾ അനുസരിച്ച് എൻവയോൺമെന്റിനെ മോഡിഫൈ ചെയ്യാൻ പറ്റുന്നതും അതുപോലെ തന്നെ എൻവയോൺമെന്റിനോട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്നതും ആർക്കാണ് ഞാൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് റിവേഴ്സിന് എൻവയോൺമെന്റിനോട് ഇന്ററാക്ട് ചെയ്തിട്ട് അവിടെ ആവശ്യം, അതായത് അവിടുത്തെ ഓർഗാനിസത്തിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് അതിനെ മാറ്റം കൊണ്ടുവരാൻ പറ്റുമോ, ഇല്ല. സോ ഇത് റോങ് ആണ്. വാട്ട് അബൌട്ട് ആനിമൽസ്, ആനിമൽസിന് പറ്റും. വാട്ട് അബൌട്ട് മൗണ്ടെയിൻസിന് പറ്റുമോ, അങ്ങനെ എന്തെങ്കിലും ഇല്ല, മൗണ്ടെയിൻസിന് പറ്റില്ല. ട്രാക്ട് ചെയ്തിട്ട് എന്തെങ്കിലും ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റുമോ, ലിവിങ് അല്ല. റിവറും മൗണ്ടെയിൻ ഒന്നും ലിവിങ് അല്ല, ആനിമൽസ് ആണ് ലിവിങ് ഉള്ളത്. ഇനി ഹ്യൂമൻ ബീങ്സും ലിവിങ് ആണ്, ബട്ട് ആനിമൽസ് എന്ന് പറയുന്ന ഓപ്ഷനും ഉണ്ട്, ഹ്യൂമൻ ബീങ്സ് എന്ന് പറയുന്നത്. സോ ഇതിൽ മോസ്റ്റ് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ആയിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരാം. നമ്മളെ നീഡിനനുസരിച്ച് നമുക്ക് എൻവയോൺമെന്റിനെ എന്ത് ചെയ്യാൻ പറ്റും, മോഡിഫൈ ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ നമുക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റും. സോ ഏറ്റവും കൂടുതൽ എൻവയോൺമെന്റിനായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതും നമുക്ക് ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുന്നത് ഹ്യൂമൻ ബീങ്സിനാണ്. സോ ഹ്യൂമൻ ബീങ്സ് ആണ് കുറച്ചുകൂടി നന്നായിട്ട് എന്ത് ചെയ്യുന്നത്, ഇന്ററാക്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ മോഡിഫിക്കേഷൻ വരുത്തുന്നതും. സോ ഓപ്ഷൻ ഡി ആയിരിക്കും എന്ത് വരാം നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ദ ഡൊമൈൻ ഓഫ് വാട്ടർ ഈസ് റെഫേർഡ് ടു ആസ്. അതായത് വാട്ടർ ഉള്ള ഈ നമ്മുടെ ബയോസ്ഫിയറിലല്ലേ, നമ്മുടെ ഈ എർത്തിൽ വാട്ടർ ഉണ്ടാവുന്ന സ്ഥലത്തിനെയാണ് നമ്മൾ ബയോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ലിവിങ് ബീങ്സ് ഉള്ള സ്ഥലങ്ങളെയാണ്, ലിവിങ് ബീങ്സ് ഉള്ള സ്ഥലത്തിനെയാണ് നമ്മൾ ബയോസ്ഫിയർ എന്ന് വിളിക്കുക. ആൻഡ് ലിതോസ്ഫിയർ എന്ന് പറഞ്ഞാൽ റോക്സ് അതുപോലെ തന്നെ സോയിലൊക്കെ ഉള്ള റോക്സ് ഉള്ള സർഫസിനെയാണ് നമ്മൾ എന്താ ലിതോസ്ഫിയർ എന്ന് വിളിക്കുക. ഇനി എക്കോസിസ്റ്റം എന്ന് വിളിച്ചാൽ എന്താ, എക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ ഈ എൻവയോൺമെന്റിലുള്ള പല കാര്യങ്ങളും, അതായത് പ്ലാന്റ്സ് ആനിമൽസ് എല്ലാം കൂടി ചേർന്നുള്ള ഒരു ഹാബിറ്റാറ്റിനെയാണ് നമ്മൾ എക്കോസിസ്റ്റം എന്ന് വിളിക്കുക. ഇനി ഹൈഡ്രോസ്ഫിയർ എന്ന് പറഞ്ഞാൽ എന്താ, വാട്ടർ, ഹൈഡ്രോ മീൻസ് വാട്ടർ ആണ്. ഹൈഡ്രോസ്ഫിയർ എന്ന് പറഞ്ഞാൽ വാട്ടർ ഉള്ള അല്ലെങ്കിൽ ഡൊമൈൻ ഓഫ് വാട്ടറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഹൈഡ്രോസ്ഫിയർ. അതായത് നമ്മുടെ എർത്തിൽ നോക്കുകയാണെങ്കിൽ മോർ ദാൻ 70% എന്താണ് എർത്തിൽ ഹൈഡ്രോസ്ഫിയർ ആണ്. നമ്മുടെ സർഫസിലൊക്കെ വാട്ടർ ആണ് കവേർഡ് ആയിട്ടുള്ളത്. സോ ഹൈഡ്രോസ്ഫിയർ ഈസ് റെഫേർഡ് ടു ആസ് ദ ഡൊമൈൻ ഓഫ് വാട്ടർ പ്രസന്റ് ഓൺ ദ എർത്ത്. എർത്തിലുള്ള വാട്ടറിന്റെ ആ ഒരു മൊത്തത്തിൽ നമ്മൾ വിളിക്കുന്ന ഡൊമൈൻ ഓഫ് വാട്ടറിനെ വിളിക്കുന്ന പേരാണ് ഹൈഡ്രോസ്ഫിയർ എന്ന്.
ഓക്കെ, സോ ഓപ്ഷൻ ഡി ആണ് എന്താ നമ്മൾ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചുള്ളത് ദ ഇന്ത്യ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഫോർകാസ്റ്റ് സൈക്ലോൺസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ്, അതായത് സൈക്ലോൺസ് ഒക്കെ നമ്മൾ ഇന്ത്യയിലേക്ക് വരുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള സൈക്ലോൺസ് ഒക്കെ ഉണ്ട് അല്ലേ, അതൊക്കെ ഫോർകാസ്റ്റ് ചെയ്യുന്നത്, അത് മുന്നേ അറിയുന്നത് ഏത് സാറ്റലൈറ്റ് യൂസ് ചെയ്തിട്ടാണെന്നാണ് ചോദിക്കുന്നത്. ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ, അതായത് ഇന്ത്യയുടെ വെതർ കാസ്റ്റ് ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് എന്ന് വിളിക്കുന്നത്. സോ അത് ഇൻസാറ്റ് എന്ന് പറയുന്ന ഒരു സാറ്റലൈറ്റിന്റെ ഹെൽപ്പോടെയാണ് നമ്മളുടെ ഈ സൈക്ലോൺസ് കാര്യങ്ങളൊക്കെ വരുന്നത് ഫോർകാസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. സോ ഓപ്ഷൻ സി ആണ് എന്താ നമ്മളെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. ഇനി ബാക്കിയുള്ള സാറ്റലൈറ്റിന്റെ യൂസസ് എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഇൻസാറ്റ് എന്ന് പറയുന്ന ഇൻസാറ്റ് ആണ് നമ്മളെ എജുസാറ്റ് പോലെയുള്ള ഒരു അതായത് നമ്മളെ സാറ്റലൈറ്റ് ആണ് ഇൻസാറ്റ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഇത് നമ്മുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വെതർ റിപ്പോർട്ട്സിനൊക്കെ നമ്മൾ ഇൻസാറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ ഹീറ്റഡ് എയർ റൈസസ് അപ്പ്, അതായത് നമുക്കറിയാം ഹീറ്റഡ് എയർ എപ്പോഴും റൈസ് ചെയ്യും അല്ലേ, കാരണം എന്താണ്, ഇറ്റ് ഈസ് ലൈറ്റർ ആൻഡ് ലെസ് ഡെൻസർ അല്ലേ, ഈസ് ലെസ് ഡെൻസർ ആൻഡ് ലൈറ്റർ. അപ്പൊ മുകളിലേക്കാണ് പോവാം. ആൻഡ് മോർ ആയിട്ടുള്ള, അതായത് കോൾഡർ ആയിട്ടുള്ള എയർ ഒക്കെ എപ്പോഴും എന്തായിരിക്കും, താഴെ ആയിരിക്കും, ബിക്കോസ് ഇറ്റ് ഈസ് ഡെൻസർ അല്ലേ, ഡെൻസർ ആസ് കമ്പയർഡ് ടു നമ്മളെ ഹോട്ട് എയർ. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഇത് സിങ്ക് ചെയ്യില്ല, കൂൾ ചെയ്യും. അതുപോലെ തന്നെ ഹോട്ട് എയർ റൈസസ് അപ്പ് ആൻഡ് ഗെറ്റ്സ് കൂൾഡ് ആൻഡ് സിങ്ക്, അതായത് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അത് കൂളിംഗ് നടന്ന് തിരിച്ച് താഴേക്ക് വരും. അപ്പോൾ ഇങ്ങനെ ഹോട്ട് എയർ റൈസ് ചെയ്യും, എന്നിട്ട് അവിടുന്ന് കൂളിംഗ് നടന്നിട്ട് താഴേക്ക് വരും, വീണ്ടും ഹോട്ട് എയർ റൈസ് ചെയ്യും, വീണ്ടും എന്ത് ചെയ്യും, താഴേക്ക് വരും. ഈ ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ഈ ഒരു കറണ്ടിന് എന്താ വിളിക്കാന്നാണ് ചോദിച്ചത്. അത് എയറിൽ നടക്കുന്നതുകൊണ്ട് തന്നെ എയറിൽ നടക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫറിനെയാണ് നമ്മൾ കൺവെക്ഷൻ എന്ന് വിളിക്കുക. കൺവെൻഷൻ കറൻസ് എന്നാണ് എന്ത് ചെയ്യുക നമ്മൾ വിളിക്കുക. സോ കൺവെക്ഷൻ കറൻസ് ആണ് എന്താ നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. കൺവെക്ഷൻ കറൻസ് ആണ് നമ്മൾ ഓപ്ഷൻ സി ആണ് എന്താ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ. അപ്പം ആ കൺവെക്ഷൻ കറൻസിലൂടെയാണ് ഹോട്ട് എയർ റൈസ് ചെയ്യുന്നതും കോൾഡ് എയർ അവിടെ കൂൾ ഡൗൺ ചെയ്തിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്യും, റൈസ് ചെയ്ത് വീണ്ടും താഴേക്ക് വരും. ഇങ്ങനെയുള്ള ഒരു സൈക്ലിക് പ്രോസസ്സ് എന്ത് ചെയ്യുന്നുണ്ട്, നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ കൺവെക്ഷൻ കറന്റ് എന്ന് വിളിക്കുന്നത് കേട്ടോ. സോ വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചുള്ളത് ഹാർട്ടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്, കുറച്ച് അഡ്വാൻസ് ലെവലിൽ വരുന്ന പ്രോബ്ലം ആണ്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് കുറച്ച് ആൾക്കാർ ഹാർട്ടുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യണം, നമുക്ക് മനസ്സിലാവണം. അപ്പോൾ നമ്മൾ LA എന്ന് മാർക്ക് ചെയ്താൽ ലെഫ്റ്റ് ആർട്ടറിയാണ്, മുകളിലുള്ള ആർട്ടറിക്കാണ്. ഈ റൈറ്റ് ആർട്ടറിനാണ് അല്ലെങ്കിൽ ലെഫ്റ്റ് ആർട്ടറി ആണ് നമ്മൾ അവിടെ കൊടുത്തിട്ടുള്ളത്, റൈറ്റ് ആർട്ടറി ആണ് ഇവിടെ കൊടുത്തത്. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് ലെഫ്റ്റ് വെൻട്രിക്കിൾ ആണ്, ഇത് റൈറ്റ് വെൻട്രിക്കിൾ ആണ് കേട്ടോ. ഓക്കെ, ലെഫ്റ്റ് ആർട്ടറിയും ലെഫ്റ്റ് വെൻട്രിക്കിളും റൈറ്റ് ആർട്ടറിയും റൈറ്റ് വെൻട്രിക്കിളും എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലെഫ്റ്റ് സൈഡ് ആയിരിക്കും ഇത് കേട്ടോ. നമ്മൾ ഇങ്ങനെ വരയ്ക്കുന്ന സമയത്ത് ഇങ്ങനെ ആയിരിക്കും, ബട്ട് നമ്മൾ ലെഫ്റ്റ് സൈഡാണ് ഈ ഭാഗം എന്ന് പറയുന്നത് കേട്ടോ. ഈ ഭാഗം എന്ന് പറയുന്നത് നമ്മളെ ലെഫ്റ്റ് സൈഡാണെന്ന് മനസ്സിലാക്കാം. ഇത് ലെഫ്റ്റ് സൈഡാണ്, നമ്മളുടെ റൈറ്റ് സൈഡാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ലെഫ്റ്റ് സൈഡിൽ എപ്പോഴും ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ബ്ലഡ് ആയിരിക്കും ഉണ്ടാവുക. ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് റിച്ച് ആയിട്ടുള്ള ബ്ലഡ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാർബൺ ഡൈ ഓക്സൈഡ് റിച്ച് ആയിട്ടുള്ള ബ്ലഡ് എങ്ങോട്ടേക്കാണ് കൊണ്ടുപോകേണ്ടത്, ലങ്സിലേക്കാണ് കൊണ്ടുപോകേണ്ടത്. ആൻഡ് ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ബ്ലഡ് കൊണ്ടുപോകേണ്ടത് നമ്മുടെ ബോഡി പാർട്സിലേക്കാണ്. സോ ബോഡി പാർട്സിലേക്കാണ് നമ്മുടെ ലെഫ്റ്റ് ആർട്ടറിയിൽ നിന്ന് ലെഫ്റ്റ് അട്രിയത്തിൽ നിന്ന് എന്ത് ചെയ്യുക, അതുപോലെ തന്നെ ലെഫ്റ്റ് വെൻട്രിക്കിൽ നിന്നൊക്കെ നമ്മളുടെ പ്യുവർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ബ്ലഡ് കൊണ്ടുപോകുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം മനസ്സിലാക്കി വെക്കണം. ഇനി നമുക്ക് നോക്കാം. ലെഫ്റ്റ് ആട്രിയം റിസീവ്സ് ഓക്സിജനേറ്റഡ് ഫ്രം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബോഡി. ഡിഫറെൻറ്റ് പാർട്സിൽ നിന്ന് ഓക്സിജനേറ്റഡ് ബ്ലഡിനെ അല്ലെങ്കിൽ എത്തുന്നത് ലെഫ്റ്റ് ആട്രിയത്തിലേക്കാണെന്നാണ്. ലെഫ്റ്റ് ആട്രിയത്തിലേക്ക് കൊണ്ടുവരുന്ന ലങ്സിൽ നിന്നാണ് ഓക്സിജനേറ്റഡ് ബ്ലഡ് കൊണ്ടുവരിക കേട്ടോ. ലങ്സിൽ നിന്നാണ് ലെഫ്റ്റ് ആട്രിയത്തിലേക്ക് ഓക്സിജനേറ്റഡ് ബ്ലഡിനെ കൊണ്ടുവരുന്നത്, ഡിഫറെൻറ്റ് ബോഡി പാർട്സിൽ നിന്നല്ല. സോ ഇതെന്താണ്, റോങ് ആണ്. ഇനി വൈൽ റൈറ്റ് ആട്രിയം റിസീവ് ഡിയോക്സിജനേറ്റഡ് ബ്ലഡ് ഫ്രം ദ ലങ്സ്. റൈറ്റ് ആട്രിയത്തേക്ക് ഡിയോക്സിജനേറ്റഡ് ബ്ലഡ് എവിടെ നിന്നായിരിക്കും വരുന്നുണ്ടാവുക, ബോഡി പാർട്സിൽ നിന്നായിരിക്കും വരുന്നുണ്ടാവുക. ഈ കാര്യം നമ്മൾ മനസ്സിലാക്കണം. സോ ഈ ഒരു ഫസ്റ്റ് തന്നുള്ള ഓപ്ഷൻ എന്താണ്, റോങ് ആണ്. ഇനി നമുക്ക് നോക്കാം. ലെഫ്റ്റ് വെൻട്രിക്കിൾ പമ്പ്സ് ഓക്സിജനേറ്റഡ് ബ്ലഡ് ടു ഡിഫറെൻറ്റ് ബോഡി പാർട്സ്. ശരിയാണോ? ലെഫ്റ്റ് വെൻട്രിക്കിൾ ഇവിടെ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ഡിഫറെൻറ്റ് ബോഡി പാർട്സിലേക്ക് ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ബ്ലഡ് കൊണ്ടുവന്ന്. ഇനി വൈൽ റൈറ്റ് വെൻട്രിക്കിൾ പമ്പ്സ് ഡിയോക്സിജനേറ്റഡ് ബ്ലഡ് ടു ദ ലങ്സ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, ഇതും ശരിയാണ്. സോ ഓപ്ഷൻ ബി എന്താണ്, ശരിയാണ്. ഇനി ലെഫ്റ്റ് ആട്രിയം ട്രാൻസ്ഫേഴ്സ് ഓക്സിജൻ ബ്ലഡ് ടു ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ. അതായത് ഇവിടെയുള്ള ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ബ്ലഡിനെ കൊടുക്കുക, ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്കാണ് കൊടുക്കുക. അപ്പോൾ ഇതെന്താണ്, ശരിയാണ്. വിത്ത് സെൻസ് ഇറ്റ് ടു ഡിഫറെൻറ്റ് ബോഡി പാർട്സ്. ഇവിടുന്ന് ഡിഫറെൻറ്റ് ബോഡി പാർട്സിലേക്കാണ് പോകുന്നത്. ഓപ്ഷൻ സി എന്താണ്, റൈറ്റ് ആണ്. ഇനി നമുക്ക് ഓപ്ഷൻ ഡി നോക്കാം.
റൈറ്റ് വെൻട്രിക്കിൾ പമ്പ്സ് ഡിയോക്സിനേറ്റഡ് ബ്ലഡ്. ഇവിടുന്ന് ഡിയോക്സിനേറ്റഡ് ബ്ലഡ് ലങ്സിലേക്കാണ് കൊണ്ടുപോകുന്നത്. അതെന്താണ്? റൈറ്റ് ആണ്. ത്രൂ പൾമണറി വെയിൻ എന്നാണ് പറയുന്നത്. പൾമണറി വെയിൻ എന്ന് പറയുന്നത് ലങ്സിൽ നിന്ന് ഓക്സിജൻ കൊണ്ടുവരുന്ന, അതായത് ലെഫ്റ്റ് ആട്രിയത്തിലേക്ക് ലങ്സിൽ നിന്ന് ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ബ്ലഡ് കൊണ്ടുവരുന്ന ആ ഒരു വെയിനെയാണ് നമ്മൾ പൾമണറി വെയിൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ലങ്സിലേക്ക് റൈറ്റ് വെൻട്രിക്കിൽ നിന്ന് ഡിയോക്സിനേറ്റഡ് ബ്ലഡ് കൊണ്ടുപോകുന്ന ആ ഒരാളെ പേര് പൾമണറി വെയിൻ എന്നല്ല, പൾമണറി ആർട്ടറി എന്നാണ് കേട്ടോ. അയാളുടെ പേര് പൾമണറി ആർട്ടറി എന്നാണ്. ലങ്സിലേക്ക് ബ്ലഡിനെ കൊണ്ടുപോകുന്ന വെസലിനെയാണ്, ബ്ലഡ് വെസലിനെയാണ് പൾമണറി ആർട്ടറി എന്ന് വിളിക്കുക. ലങ്സിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരുന്ന ആളെ പൾമണറി വെയിൻ എന്നാണ് വിളിക്കുക. അപ്പോൾ പൾമണറി വെയിൻ അല്ല അവിടെ കറക്റ്റായിട്ട് വരേണ്ടത്, പൾമണറി ആർട്ടറി ആണ്. സോ ഇതെന്താണ്? ഒരു റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. സോ ഓപ്ഷൻ ഏതായിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം? ബിയും സിയും റൈറ്റ് ആണ്. സോ ഓപ്ഷൻ ഡി ആണ് എന്ത് റൈറ്റ് ആൻസർ ആയിട്ട് വരാം. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. നീ ജേർക്ക്, അതായത് നമ്മളെ കാലിൽ മുട്ടിൽ ഒരു ജേർക്ക് വരും അല്ലേ? ജേർക്ക് എങ്ങനെയാണ് വരാം? നമുക്ക് എന്തെങ്കിലും എക്സോസ്റ്റിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളോ, അതുപോലെ തന്നെ നമ്മൾ ഹൈലി വർക്കിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്ട്രീനിയസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്ന സമയത്താണ് നമുക്ക് നീ ജേർക്ക് ഉണ്ടാവുക. നീ ജേർക്ക് എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ഇൻവോളണ്ടറി ആക്ഷൻ ആണ്. ഒരു ഇൻവോളണ്ടറി ആക്ഷൻ ആണ്. നമ്മളെ ബോഡി തന്നെ നമ്മൾ അറിയാണ്ട് ചെയ്യുന്ന ഒരു ആക്ഷൻ ആണ് എന്താ? ഇൻവോളണ്ടറി ആക്ഷൻസ്. സോ ഇൻവോളണ്ടറി ആക്ഷൻസ് ആണ്. അതുപോലെ തന്നെ ഇറ്റ്സ് എ റിഫ്ലക്സ് ആക്ഷൻ. നമുക്ക് എന്തെങ്കിലും വരുന്ന സമയത്ത് റിഫ്ലക്ഷൻ നടക്കുന്നതാണ്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡി തന്നെ അതിനെതിരെ എന്ത് ചെയ്യും? ഒരു റിഫ്ലക്സ് ആക്ഷൻ ക്രിയേറ്റ് ചെയ്യും. അതിനെയാണ് നമ്മൾ ഇൻവോളണ്ടറി ആക്ഷൻസ് അല്ലെങ്കിൽ റിഫ്ലക്സ് ആക്ഷൻസ് എന്ന് വിളിക്കുക. സോ റിഫ്ലക്സ് ആക്ഷൻ ആണ് എന്താ? നീ ജെർക്ക് എന്ന് പറയുന്നത് കേട്ടോ. സോ ഓപ്ഷൻ എ ആണ് എന്താ നമ്മളെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. ഇനി അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരാളാണ് നമ്മളെ ബോഡിക്ക് എന്തെങ്കിലും ഫിസിക്കലി എന്തെങ്കിലും ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നിൽ, ലൈക്ക് നമ്മളൊരു മുന്നിൽ ഒരു പട്ടി വന്ന് നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഒരു നായ വന്ന് നിൽക്കുകയാണ്. വാട്ട് ഹോർമോൺ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ അഡ്രിനൽ ഗ്ലാൻഡ്സ് ഓഫ് മെനി ആനിമൽസ് ഇൻക്ലൂഡിങ് ഹ്യൂമൻസ്. അതായത് അഡ്രിനൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത് എന്താണെന്ന് പറയാം? അഡ്രിനൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത് നമ്മളെ കിഡ്നിയാണ് കേട്ടോ. ഇത് കിഡ്നിയാണ്. ഓക്കെ, ദിസ് ഈസ് കിഡ്നി. അപ്പോൾ കിഡ്നി നമ്മൾ നോക്കുന്ന സമയത്ത് ഇത് കിഡ്നിയാണ്. ഇത് കിഡ്നിയാണ്. 2 കിഡ്നീസ് ഉണ്ട്. കിഡ്നിയുടെ മുകളിൽ ഉണ്ടാവുന്ന ഒരു ക്യാപ്പ് പോലെയുള്ളൊരു ഗ്ലാൻഡാണ് നമ്മൾ കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ട്രക്ചറാണ് എന്താ നമ്മൾ അഡ്രിനൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത് കേട്ടോ. കിഡ്നീൻ്റെ മുകളിൽ കാണുന്ന ഒരാളാണ് അഡ്രിനൽ ഗ്ലാൻഡ്. ആ അഡ്രിനൽ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് നമുക്ക് സെർട്ടൺ ആയിട്ടുള്ള ആക്ഷൻസ്, ലൈക്ക് നമുക്ക് പേടിപ്പെടുത്തുന്ന എന്തെങ്കിലും കാര്യമൊക്കെ നടക്കുന്ന സമയത്ത് നമ്മുടെ ഹാർട്ട് ബീറ്റ് ഇൻക്രീസ്, നമ്മൾ ബ്ലഡ് പമ്പിങ് കൂടും. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ റെഗുലേറ്റ് ചെയ്യുന്നത് ഒരു കെമിക്കലാണ്. ആ കെമിക്കലിൻ്റെ പേരാണ് അഡ്രിനാലിൻ എന്ന് പറയുന്നത് കേട്ടോ. അതാണ് നമുക്ക് സെർട്ടൺ ആയിട്ടുള്ള കണ്ടീഷനിലേക്ക് പോകുന്ന സമയത്ത് പല ആൾക്കാരും പറയുന്ന അഡ്രിനാലിൻ റഷ് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടാവും. അഡ്രിനാലിൻ എന്ന് പറയുന്ന ഒരു കെമിക്കലാണ്. ഇറ്റ്സ് എൻ ഹോർമോൺ. ആ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? കിഡ്നിയുടെ മുകളിലുള്ള അഡ്രിനൽ ഗ്ലാൻഡ് എന്ന് പറയുന്ന ഗ്ലാൻഡ് ആണ്. അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ഒരു ഹോർമോണാണ് നമ്മളുടെ ബാക്കിയുള്ള കാര്യങ്ങൾ, അതായത് ബ്ലഡ് സർക്കുലേഷൻ, അതുപോലെ തന്നെ ബ്ലഡ് വെസൽസിൻ്റെ ഡൈലേഷൻ, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഒരു അറ്റ് എൻ ഇൻസ്റ്റൻസ് നമുക്ക് ഫൈറ്റ് ആണോ ഫ്ലൈറ്റ് ആണോ, അല്ലെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ നമ്മൾ മുന്നിൽ നിന്ന് ഫൈറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യണം. ഏതാണ് നമ്മൾ എടുക്കേണ്ടതെന്ന് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ഈ ഒരു ഹോർമോണിൻ്റെ പ്രൊഡക്ഷനും അത് ഈ ഡിഫറെൻ്റ് ആയുള്ള ആക്ഷൻസ് ഒക്കെ കൂടിയിട്ടാണ് എന്ത് ചെയ്യുക? നമുക്ക് ഒരു ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യുക. സോ ആ റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഈ ഹോർമോണാണ്. സോ ആ ഹോർമോണിൻ്റെ പേര് നിങ്ങൾ മറന്നു പോകരുത്, അഡ്രിനാലിൻ എന്നാണ്. സോ ഓപ്ഷൻ ബി ആണ് എന്താ നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം കേട്ടോ. ഇനി ഇത് രണ്ടും സെക്സ് ഹോർമോൺസ് ആണ്. അതിൽ തന്നെ ഈസ്ട്രജൻ എന്ന് പറയുന്നത് ഫീമെയിൽസിലുള്ള ഹോർമോണാണ്. ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്നത് മെയിൽസിൽ കൂടുതലായിട്ട് കാണുന്ന ഹോർമോണാണ്. ഇനി നമ്മളുടെ തൈറോയ്ഡ് ഗ്ലാൻഡ്, നമ്മളുടെ നെക്ക് റീജിയനിൽ കാണുന്ന തൈറോയ്ഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നവരെ തൈറോക്സിൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. ഓക്കെ, സോ വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ടേം for the process by which starches in grains such as barley or wheat are broken down into fermentable sugars, typically occurring due to malting process in beer production. അതായത് ലൈക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് ഈസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് ആൻ അനേറോബിക് ഫംഗസ് ആണ്. ഇറ്റ്സ് എ ഫംഗസ്. അവിടെ നടക്കുക അനേറോബിക് റെസ്പിറേഷൻ ആണ്. അനേറോബിക് റെസ്പിറേഷൻ ഫംഗസിൽ നടക്കുന്ന സമയത്ത് നമുക്കറിയാം ഗ്ലൂക്കോസ് ഇൻ ദ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ, ആബ്സെൻസ് ഓഫ് ഓക്സിജൻ എന്തായിട്ട് മാറും? ഇവിടെ എത്തനോൾ എന്ന് പറയുന്ന ഒരു ആൽക്കഹോളും അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡും പ്ലസ് സം എമൗണ്ട് ഓഫ് എനർജി അവിടെ എന്ത് ചെയ്യുന്നുണ്ട്?
ഈസ്റ്റ് ഇൻ ദ പ്രസൻസ് ഓഫ് ആബ്സെൻസ് ഓഫ് ഓക്സിജൻ എന്ത് ചെയ്യും, അനേറോബിക് റെസ്പിറേഷൻ നടക്കും. അനേറോബിക് റെസ്പിറേഷൻ നടന്നിട്ടാണ് ബിയർ പ്രൊഡക്ഷൻ, ആൽക്കഹോൾ പ്രൊഡക്ഷൻ ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് ഈ ഒരു പ്രോസസ്സിനെ ഫെർമെൻറ്റേഷൻ എന്നാണ് വിളിക്കുക, അല്ലെങ്കിൽ ആൽക്കഹോൾ ഫെർമെൻറ്റേഷൻ എന്നാണ് വിളിക്കുക കേട്ടോ. ആൽക്കഹോൾ ഫോം ചെയ്യുന്ന, അതായത് ഗ്ലൂക്കോസ് ഇൻ ദ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ എന്തായി മാറും, എത്തനോൾ അല്ലെങ്കിൽ ആൽക്കഹോൾ ആയിട്ട് മാറും. അതിൻ്റെ ഒപ്പം കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് എനർജി ആയിട്ട് മാറും. ഇപ്പോൾ ഫെർമെൻറ്റഡ് ഡ്രിങ്ക്സ് ഒക്കെ എന്തായിരിക്കും, കുറച്ച് ആൽക്കഹോൾ കണ്ടന്റ് ആയിരിക്കും. ബട്ട് ആൽക്കഹോൾസ് തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ആൽക്കഹോൾസ് ഉണ്ട്. ആൽക്കഹോൾസിൻ്റെ ടൈപ്പിനനുസരിച്ച് എന്ത് ചെയ്യും, അത് അവർ കുറച്ച്, അതായത് നമ്മളെ ആൽക്കഹോൾസിൽ തന്നെ സപ്പോസ് നമ്മൾ ബിയറിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഹൈലി ഫെർമെൻറ്റഡ് ആണെങ്കിൽ കുറച്ചുകൂടി എന്തായിരിക്കും, അതിൻ്റെ റേഞ്ച് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ബട്ട് ആൽക്കഹോൾ എന്ന് പറയുന്ന ഒരാളാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഫെർമെൻറ്റ് ചെയ്യുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ആൽക്കഹോൾ അല്ലെങ്കിൽ ആൽക്കഹോൾ ഫെർമെൻറ്റേഷൻ എന്നാണ് ആ ഒരു പ്രോസസ്സിനെ വിളിക്കുക കേട്ടോ. ആൽക്കഹോൾ ഫെർമെൻറ്റേഷൻ എന്നാണ് വിളിക്കുക. സോ ഷുഗേഴ്സും അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ടാണ് ബിയർ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. സോ അത് ഈസ്റ്റിൻ്റെ പ്രസൻസിലാണ് നടക്കുക. സോ ഈസ്റ്റ് ചെയ്തു കൊടുക്കുന്നത് ഫെർമെൻറ്റേഷൻ എന്ന് പറയുന്ന പ്രോസസ്സാണ് കേട്ടോ. ഇനി ജലാറ്റിനൈസേഷൻ എന്ന് പറഞ്ഞാൽ ജെല്ല് രൂപത്തിലാവാം. ഓക്കെ, അത് അഗർ എന്നൊക്കെ പറയുന്ന വേറെ പ്രൊഡക്ട്സ് ആണ് എന്ത് ജലാറ്റിനൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ചൈന ഗ്രാസ് എന്നൊക്കെ കിട്ടുന്നുണ്ടാവും, അതാണ് അഗർ എന്ന് പറയുന്നതാണ് കേട്ടോ. ഇനി അതുപോലെ തന്നെ അഗർ എന്ന് പറയുന്ന ആ ഒരു പ്രൊഡക്റ്റ് ആണ് നമുക്ക് അവിടെ ചെയ്യുന്നത്. അതുപോലെ തന്നെ സെക്കാരിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ മധുരം വരുത്തുക, അതായത് ഷുഗർ കണ്ടന്റ് കൂട്ടുക. ആ ഒരു പ്രോസസ്സ് അല്ല അവിടെ നടക്കുന്നത്. ഹൈഡ്രോളിസിസ് എന്ന് പറഞ്ഞാൽ വാട്ടറിന്റെ ബ്രേക്കിങ്ങിനാണ് ഹൈഡ്രോളിസിസ് കേട്ടോ. അപ്പം നമുക്ക് ഈസിലി മനസ്സിലാക്കാൻ പറ്റും. ഹൈഡ്രോളിസിസ് എന്ന് പറഞ്ഞാൽ വാട്ടറിന്റെ പ്രസൻസിൽ ബ്രേക്ക് ഡൗൺ ചെയ്യുക, അല്ലെങ്കിൽ വാട്ടറിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നതാണ് ഹൈഡ്രോളിസിസ് എന്ന് വിളിക്കുക. സോ നമുക്ക് ഈസിലി പറയാൻ പറ്റും ഫെർമെൻറ്റേഷൻ എന്ന് പറയുന്ന പ്രോസസ്സാണ് എന്താ ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. ഇനി വാട്ട് ഇസ് ദ പ്രോസസ് primary purpose of the sludge blanket in a wastewater treatment plant's clarifier, and how does it contribute to the overall treatment process? അതായത് ഓവറോൾ ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സിൽ നമ്മളെ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിലെ ക്ലാരിഫയറിലെ സ്ലഡ്ജ് ബാഗ് എന്താണ് ചെയ്യുന്നത്. സ്ലഡ്ജ് ബാഗ് എന്ന് പറഞ്ഞാൽ സ്ലഡ്ജ് എന്ന് മീൻസ് സ്ലഡ്ജ് എന്ന് പറഞ്ഞാൽ സോളിഡ് ആയിട്ടുള്ള വേസ്റ്റിനെയാണ് സ്ലഡ്ജ് എന്ന് വിളിക്കുക കേട്ടോ. സോളിഡ് ആയിട്ടുള്ള വേസ്റ്റ് സ്ലഡ്ജ് എന്ന് വിളിക്കാം. ഓക്കെ, വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിലെ സോളിഡ് ആയിട്ടുള്ള വേസ്റ്റ് സ്ലഡ്ജ് വിളിക്കുക. അതിൻ്റെ ബ്ലാങ്കറ്റ് എന്താ ചെയ്യുക, ബ്ലാങ്കറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴെയാണ് ബ്ലാങ്കറ്റ് ആയിട്ട് കാണാൻ പറ്റുക. ബ്ലാങ്കറ്റ് മീൻസ് അത് സെഡിമെൻ്റ് ചെയ്തുള്ള സോളിഡ് വേസ്റ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കാം, സ്ലഡ്ജ് ബ്ലാങ്കറ്റ് എന്ന് വിളിക്കുക. സോ ആ സ്ലഡ്ജ് ബ്ലാങ്കറ്റ് നമ്മളെ ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സിനെ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ടു റിമൂവ് സസ്പെൻഡഡ് സോളിഡ്സ് ത്രൂ ദ സെഡിമെൻറ്റേഷനിലൂടെ സസ്പെൻഡഡ് ആയിട്ടുള്ള സോളിഡ്സിനെ റിമൂവ് ചെയ്യാനാണ് ആ സ്ലഡ്ജ് ബ്ലാങ്കറ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. താഴെയുള്ള സെഡിമെന്റഡ് ആയിട്ട് നിൽക്കുന്ന സ്ലഡ്ജിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, അല്ലെങ്കിൽ സോളിഡ് ആയിട്ടുള്ള വേസ്റ്റിനെയാണ് നമ്മൾ സ്ലഡ്ജ് ബ്ലാങ്കറ്റ് എന്ന് വിളിക്കുക കേട്ടോ. ഓക്കെ, സോ നമ്മൾ അടുത്തൊരു ക്വസ്റ്റിലേക്ക് പോകുന്നതാണ്. വിച്ച് അഡാപ്റ്റേഷൻ എനേബിൾ ഡെസേർട്ട് ഡ്വെല്ലിംഗ് camels to conserve water by producing very dry dung and concentrated urine, allow them to survive for extended periods without drinking water? ക്യാമൽസിന്റെ ഒരു അഡാപ്റ്റേഷൻ ആണ്. അവരുടെ ഡങ് എന്തായിരിക്കും, അല്ലെ അവർ ഡിഫിക്കേറ്റ് ചെയ്യുന്ന മാറ്റർ എന്തായിരിക്കും, ഡിഫിക്കേറ്റ് ചെയ്യുന്ന മാറ്റർ ഡ്രൈ ആയിരിക്കും. അതുപോലെ തന്നെ അവരുടെ യൂറിനിൽ വാട്ടർ കണ്ടന്റ് കുറവായിരിക്കും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കിഡ്നി അത്രയും സ്പെഷ്യലൈസ്ഡ് ആണ്. അവരുടെ കിഡ്നി എന്താണ്, അത്രയും വാട്ടറിനെ, കിഡ്നി ആണല്ലോ നമ്മൾ യൂറിൻ എക്സ്ക്രീറ്റ് ചെയ്യുന്നത്. സോ കിഡ്നി തന്നെയാണ് അവിടെയും വർക്ക് ചെയ്യുക. കിഡ്നി കുറച്ചും കൂടിയും കൺവീനിയൻ്റ് ആയിട്ട് എന്ത് ചെയ്യും, കുറച്ചും കൂടി കറക്റ്റായിട്ട് വാട്ടറിനെ കൺസർവ് ചെയ്യാനുള്ള മെത്തേഡ്സ് ആണ് എന്ത് ചെയ്യുക അവിടെ ചെയ്യുക. കാരണം ക്യാമൽസ് എന്താണ്, ഡെസേർട്ടിൽ ലീവ് ചെയ്യുന്ന ആനിമൽസ് ആണ്. സോ അവിടെ യൂറിന് കുറച്ചും കൂടി എന്തായിരിക്കും, കോൺസെൻട്രേറ്റഡ് യൂറിൻ ആയിരിക്കും. നമ്മളെ പോലെയല്ല, നമ്മൾ വാട്ടർ കണ്ടന്റ് ഉണ്ടാവും നമ്മളതിൽ കൂടുതൽ, യൂറിയ മാത്രമല്ല ഉണ്ടാവുക. അപ്പോൾ ബട്ട് അവരുടേതിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക യൂറിയ ആയിരിക്കും ദാൻ വാട്ടർ. വാട്ടർ കൺസർവ് ചെയ്യാൻ അവരെ ഹെൽപ്പ് ചെയ്യുന്നത് സ്പെഷ്യലൈസ്ഡ് കിഡ്നീസ് ആണ്. സോ ഓപ്ഷൻ എ ആണത് റൈറ്റ് ആൻസർ ആയിട്ട് വരാം കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ അവിടെ വാട്ടർ സ്റ്റോറിങ്ങിനുള്ള സ്ട്രക്ചറാണ് വാട്ടർ സ്റ്റോറിങ് ഹംസ് എന്ന് പറയുന്നത്. അതിനകത്ത് കൂടുതൽ ഫാറ്റും കാര്യങ്ങളൊക്കെ അതിലുണ്ട്. അതുപോലെ തന്നെ എഫിഷ്യൻറ്റ് സ്വെറ്റ് ഗ്ലാൻസ് ഒന്നും അവർക്ക് കാണാൻ പറ്റില്ല കേട്ടോ. സ്വെറ്റ് ഗ്ലാൻസ് എഫിഷ്യൻ്റ് ആണ്, ബട്ട് സ്വെറ്റായിട്ട് അവർക്ക് കുറേ ഒന്നും പോവില്ല. ഓക്കെ, ഇനി ഹൈലി എഫിഷ്യൻറ്റ് ലിവർ അല്ല അവിടെ ഫങ്ഷൻ ചെയ്യുന്നത്, സ്പെഷ്യലൈസ്ഡ് കിഡ്നീസ് ആണ് അവരുടെ എക്സ്ക്രീഷനിലൊക്കെ വർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ദിസ് ഇസ് ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങളാണ് ചെയ്യേണ്ടത്. What is the term for the repeated reflection of sound waves causing the sound to be heard multiple times after the original sound has stopped? അതായത് നമ്മൾ ചിലപ്പോൾ നമ്മൾ ഒരുപാട് മലകളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ, മലയിലോ അങ്ങനെയുള്ള ഏതെങ്കിലും സ്ഥലത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ദൂരത്ത് നിന്ന് നമ്മൾ വർത്താനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും ആ സൗണ്ട് എന്ത് ചെയ്യും,
അവിടെ ഹിറ്റ് ചെയ്തിട്ട് തിരിച്ചു വരും അല്ലേ. അപ്പം മൾട്ടിപ്പിൾ ടൈംസ് നമുക്ക് ഇങ്ങനെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത സൗണ്ട് തന്നെ കേൾക്കാൻ പറ്റും. ആ ഒരു തിങ്ങിനെ നമ്മൾ എന്താ വിളിക്കുക എന്നാണ് ചോദിച്ചത്. റെസൊണൻസ് ആണോ, എക്കോ എന്നാണോ, റിഫ്രാക്ഷൻ എന്നാണോ, ഡിഫ്രാക്ഷൻ എന്നാണോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ എന്ത് ചെയ്യുക, നിങ്ങൾ കറക്റ്റായിട്ട് ഏതാണ് ഓപ്ഷൻ എന്നുള്ളത് എന്ത് ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം. സോ ഇങ്ങനെയുള്ള ഡിഫറെൻ്റ് ആയുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിൻ്റെ ഡിഫറെൻ്റ് ആയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. സോ താങ്ക് യു ഓൾ ആൻഡ് ബൈ.